മഞ്ചേരി നഗരസഭയിലേക്ക് LDFന്റെ പ്രതിഷേധം. മഞ്ചേരി ജനറൽ ആശുപത്രി മഞ്ചേരി നഗരസഭ സംരക്ഷിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. വിവരങ്ങളുമായി ഇപ്പോൾ KT സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, കഴിഞ്ഞ ദിവസമാണ് ഈ മഞ്ചേരി നഗരസഭയുമായി ബന്ധപ്പെട്ട് മഞ്ചേരി നഗരസഭയിലെ ഒരു കൗൺസിലർ പൊതുവേദിയിലിരുന്ന് തന്നെ സംസ്ഥാന സർക്കാർ അപകീർത്തിപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ പറയുകയും ചെയ്ത് നഗരസഭയ്ക്കാണ് വീഴ്ച പറ്റിയെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. എന്താണിപ്പോൾ ഈ മഞ്ചേരി നഗരസഭ ആശുപത്രി സംരക്ഷിക്കുന്നില്ല എന്ന് ആരോപണം ഉയരാൻ ഇടയാക്കിയ സംഭവങ്ങൾ എന്തൊക്കെയാണ്? സിജു, മഞ്ചേരി നഗരസഭ ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ശ്രമങ്ങളിലെല്ലാം, വിപുലീകരണ ശ്രമങ്ങളിലെല്ലാം വലിയ അനാസ്ഥ കാണിച്ചു. സംസ്ഥാന സർക്കാർ അനുവദിച്ച ഫണ്ടുകൾ പോലും പലയിടത്തും ഉപയോഗിച്ചില്ല. ഇത്തരത്തിൽ അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചാരണങ്ങൾക്ക് നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. മാർച്ച് പോലീസ് തടഞ്ഞതാണ്. നഗരസഭ കെട്ടിടത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഇപ്പോൾ ഏതാണ്ട് ശാന്തമായിരിക്കുന്നു. വലിയ പ്രതിഷേധമാണ് LDF പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. സിജു, അല്ല സ്വാലിഹ്, മുൻപ് ഒരു പൊതുവേദിയിലടക്കം ഒരു നഗരസഭാ കൗൺസിലർ അടക്കം സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം വരികയുണ്ടായി. പക്ഷേ പിന്നീടാണ് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു, നേരത്തെ സ്വാലിഹ് പറഞ്ഞ പോലെ കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് പോലും ചെലവഴിക്കാത്ത തരത്തിലേക്ക് അവിടുത്തെ നഗരസഭയുടെ കുത്തഴിഞ്ഞ ഭരണം പോവുകയും ചെയ്തു. രാജ്യത്തിനാകെ മാതൃകയായി കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് എല്ലായിടത്തും വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ. 300-ലേറെ ആശുപത്രികൾക്ക് ദേശീയ അംഗീകാരം ലഭിച്ച സാഹചര്യത്തിൽ കൂടി വേണം ഈ മഞ്ചേരി നഗരസഭയുടെ അനാസ്ഥയെ വായിച്ചെടുക്കേണ്ടത്. എന്തൊക്കെയാണ് ഈ നഗരസഭ അവിടെ കാട്ടിക്കൂട്ടുന്ന അന്യായങ്ങൾ? സിജു, മഞ്ചേരി നഗരസഭ നമുക്കറിയാം, നഗരസഭയുടെ തൊട്ടടുത്തുള്ള ഒരു കെട്ടിടമാണ് ജനറൽ ആശുപത്രിയും അതോടൊപ്പം തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജുമെല്ലാം. മഞ്ചേരി മെഡിക്കൽ കോളേജായി ജനറൽ ആശുപത്രി ഉയർത്തിയതോടെ വലിയ അവഗണന ഇത് നേരിടുന്നുവെന്നാണ് നഗരസഭ അധികൃതർ പറഞ്ഞിരുന്നത്. അതേസമയം തന്നെ നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങൾ, അവർ ശമ്പളം കൊടുക്കേണ്ട തൊഴിലാളികൾ, അങ്ങനെ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നൽകിയ പദ്ധതികളൊന്നും തന്നെ പിന്നീട് ഇവിടെ നടപ്പാക്കുകയോ അല്ലെങ്കിൽ അത് നഗരസഭ ഏറ്റെടുക്കുകയോ ചെയ്തിരുന്നില്ല. പകരം അതെല്ലാം ഈ മെഡിക്കൽ കോളേജ് ആയതോടുകൂടെ ഇല്ലാതായി. അത് ഇനി നഗരസഭയുടെ ഉത്തരവാദിത്വത്തിൽ വരുന്നതല്ല എന്നാണ് മഞ്ചേരി നഗരസഭ ത്. ഇത് അവിടെ ഇപ്പോൾ നമുക്കറിയാം, ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാനിങ്ങിന് കൊണ്ടുപോകുന്നതൊക്കെ നനഞ്ഞു കൊണ്ടുപോകേണ്ട, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലമൊക്കെ വലിയ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. എന്നാൽ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നൽകിയ തുക ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന്, വികസനങ്ങളെല്ലാം തന്നെ അട്ടിമറിക്കുന്ന സമീപനം നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ LDF പ്രവർത്തകർ എത്തിയത്. സിജു, ശരി. KT സ്വാലിഹാണ് മഞ്ചേരി നഗരസഭയുടെ അനാസ്ഥയെക്കുറിച്ച്, അവിടുത്തെ ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന നഗരസഭയുടെ നിലപാടിനെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവച്ചത്.